അച്ഛൻ ശ്രീ പരമേശ്വരൻ എന്നെ തന്നെ തൊടുവാനും തീണ്ടുവാനും കൈപിടിക്കണമെന്ന കാര്യം ശ്രീ കൈലാസത്ത് മാതാവ് അങ്ങനെ പറഞ്ഞു പോയാ കുറ്റില്ലേ? ആരുകൊണ്ട് ശ്രീ കൈലാസത്തൊന്ന് പോകണം, പാർവതി മാതാവിനെ കൊണ്ട് കാണണം എന്നോട് കണ്ട് വഴിയാല വഴി ചെല്ലുന്ന ഒരു നേരത്ത് പാർവതി മാധവ് ചോദിച്ചു, എന്തിനെ കൊണ്ടാണ് നീ, ഏതിനെ കൊണ്ടാണ് നീ ശ്രീ കൈലാസത്ത് വന്ന് എന്നെ തന്നെ നേടി വിളിച്ച കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോ, അയ്യോ എന്റെ മാതാവേ, അച്ഛൻ ശ്രീ പരമേശ്വരനെ കൊണ്ട് കാട്ടിലെങ്ങ് നടന്നുകൂടാ, വീട്ടിലെങ്ങ് ഇരുന്നുകൂടാ, എന്നെ കണ്ട മോഹങ്ങൾ കൊണ്ട് എന്നെ തന്നെ തൊടുവാനും തീണ്ടുവാനും കൈപിടിക്കാനും ഒന്ന് തോറ്റു, അതിനെ കൊണ്ട് ഞാനായിരിക്കുന്നു. ചൊല്ലിത്തരണമെന്റെ മാതാവേ മുതലി പറയുമ്പോ എന്റെ കൂലിവാകെ നീ ഇപ്പോ പറഞ്ഞതിന് എവിടെയും പോയി പറയില്ല, ദേവാർഗത്തിൽ അറിഞ്ഞു പോയാ കുറ്റമുണ്ട് കുറവെള്ളൊക്കെ നിനക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ ചൊല്ലിത്തരണമെന്ന് വന്ന എന്നെ കൊണ്ടാവുന്ന കഴിവിലടി അതിനെ കൊണ്ട് ഞാൻ വൈകുണ്ഠത്തിന് വഴി പോകട്ടെ. വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനെ കണ്ടുകൊണ്ടുപോകണം, നീ ഇവിടെ കാവലിരിക്കന്റെ കൂലിവാകെ എന്ന വണ്ണം ഒട്ടുപട പറഞ്ഞ് പാർവതി മാതാവ് വൈകുണ്ഠത്തോടെ വഴി ചെല്ലുന്നു. ഒരു നേരത്ത് വൈകുണ്ഠനാഥനെ നേടി വിളിക്കുമ്പോ വിഷ്ണു ഭഗവാൻ കൺപിടിയിലൂടെ നോക്കുമ്പോ മാതാവിനെ കാണുമ്പോ ചോദിച്ചു, എന്തിനെ കൊണ്ടാണ്, ഏതിനെ കൊണ്ടാണ് വൈകുണ്ഠത്തിൽ വന്ന് എന്നെ തന്നെ നേടി വിളിച്ച ഒരു കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോ, അയ്യോ ഭഗവാനെ, അച്ഛൻ ശ്രീ പരമേശ്വരൻ പള്ളി കെട്ടുന്നായാട്ടിന് ഭൂമിലോകം ഭൂവാരത്ത് പോയി അവിടെ വെച്ച് നീയാളാണെന്ന് കരുതി എന്നെ തന്നെ തൊട്ട് നീ സംഗമോഹങ്ങൾ ചെയ്യുവാനും വന്നു. കൂലിവാകുന്ന ചെറുവെള്ളത്തിൽ കാട്ടാളത്ത് കൊണ്ട് വെങ്കിടാവിനെ തൊടുവാനും തീണ്ടുവാനും കൈപിടിക്കുവാനും ചെന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്, ഇന്നക്കിടത്തി 7-ാം ദിവസം വാഗനിലവരിക്കപ്ലാവിനെ തൃക്കടവാരത്ത് അച്ഛനെ കാത്തിൽക്കാമെന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട്. ആദിനെ കൊണ്ട് അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങള് ചൊല്ലിക്കൊടുക്കണം എന്റെ ഭഗവാനെ. ഈ കൂലിവാകിയെന്ന് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളൊന്ന് മായാസുരമുള്ള മാതാവല്ലേ, കൂലിവാകിടമായ എന്നതിനെ ഇങ്ങോട്ട് കേൾക്കുന്നു. ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു പാർവതി മാതാവ് കൂലിവാകിടമായ ആശ്രമം എടുക്കുമ്പോ ചിരട്ടരച്ച് മേലാശ്രമം കൊണ്ട് പുരട്ടി കല്ലമാല കൗലിമാല ചതുക്കലച്ച് രാമായണം കൊത്തുവച്ചോട് പ്രാർത്ഥന വിശ്വഭഗവാന്റെ തിരുമുന്നിൽ നിൽക്കുമ്പോ വിശ്വഭഗവാൻ പറഞ്ഞു, മാതാവേ, ഇത്രയ്ക്ക് മഴ ചെയ്തത് ലാവണ്യമുള്ളൊരു പെണ്ണു പെങ്കിടാവ് കൂലിവാകെന്ന് വന്ന അച്ഛൻ ശ്രീ പരമേശ്വരൻ കണ്ടുപോയി എന്ന് വന്ന വച്ചേക്കിലെന്ന് നിങ്ങൾക്ക് തന്നെ പറഞ്ഞുകൂടെ, ഞാനും ഈ കൂടിവാകെ കണ്ടുപോയിച്ചു പോയി മാതാവേ. ആദിനെ കൊണ്ട് നിങ്ങൾ കൂടിവാകനമായ ആശ്രമത്തിങ്കൽ ഭൂമിലോകം ഭൂവാരത്ത് പോയിക്കോളൂ, അവിടെ വെച്ച് നല്ല അച്ഛൻ നിങ്ങളെ കണ്ടാൽ അറിയില്ല, കൂടിവാകനത് കണ്ട് നിങ്ങളെ തന്നെ തൊട്ട് നീതി മോഹങ്ങൾ ചെയ്യും. 336 ഓമന മക്കൾക്കുള്ള വരുന്ന സാധനങ്ങൾക്ക് തരുന്നത് മാതാവേ. 336 ഓമന മക്കള് കൂലിവാകിക്ക് പിറന്നെന്ന് വന്ന ഒക്കെ 70 പിറക്കുന്ന മകൻ എന്റെ മായത്തിൽ പിറക്കുന്ന മകനായിരിക്കട്ടെ. ആ മകൻ നല്ലത് ഞാൻ കൊണ്ട് കെട്ടി 40 കൂട്ടി വിളിക്കുമ്പോ എന്റെ ജലനാമ പേര് കൂട്ടി വിളിക്കണം എന്ന വണ്ണം കൂലിവാകിക്ക് വാഴിച്ചോടം കൊടുത്തു ഭഗവാനും. പാർവതി മാതാവ് ഭൂമിലോകം ഭൂവാരത്ത് വന്നു. വാഗനിലവരത്തോടെ ചെന്നു. ചണ്ണച്ചാവാലങ്ങൾ കുത്തിമാതുമ്പോ 7 പള്ളി കേട്ടിൽ നിന്ന് ആയാട്ടും കഴിഞ്ഞു. അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്ന വാഗനിലവരത്തോടെ തൃക്കടവാരത്തോടെ ചെല്ലുമ്പോ കൂടിവാകനമായ സ്വരൂപത്തിലിരുന്ന പാർവതി മാതാവിനെ കണ്ടിട്ട് അറിഞ്ഞത് പോലുമില്ല. കൂടിവാകുന്നത് കണ്ട് പാർവതി മാതാവിനെ വാഗനിലവരത്തോടെ തൃക്കടവാരത്ത് വെച്ച് തൊട്ടു തീണ്ടി സംഗമോഹങ്ങൾ ചെയ്തൊഴിഞ്ഞു പരമേശ്വര. നിങ്ങളുടെ വീട്ടിൽ 336 ഓമന മക്കളെ പറഞ്ഞിരിക്കട്ടെടി എന്ന വണ്ണം വാഴിച്ചോരം കൊടുക്കുമ്പോ അച്ഛാ ശ്രീ പരമേശ്വര, ഈ കണ്ണുണ്ട് മക്കൾ നിനക്ക് പിറന്നെന്ന് വന്ന ഞാനേ വണ്ണം വഴി വരട്ടാണ്. ഈ കണ്ണുണ്ട് മക്കൾ നിനക്ക് പിറന്നെന്ന് വന്ന
21 എടുക്കുമ്പോ ശ്രീ കൈലാസത്ത് കൊണ്ടുപോര്. അവരെ നല്ല ഞാനും ഒന്ന് കിട്ടി 4 പേര് കൂട്ടി വിളിച്ചോണ്ട് കേറിപ്പോ കൊള്ളയൊരു വാഹനങ്ങൾ ഊണോട്ടും പോലെ വെല്ലുവിളൊക്കെ എന്റെ കൈ കണക്കായി ഞാനും തോറ്റി കൊടുത്തോണ്ട് കൂടി വാകെ എന്നവണ്ണം വാഴിച്ചു പറഞ്ഞു കൊടുത്തു. അച്ഛനും പള്ളി വേട്ടയ്ക്ക് വഴി പോകുമ്പോ പാർവതി മാതാവ് കൂടിവാകിയുടെ മായാതിരുവടിഞ്ഞു. അച്ഛൻ ശ്രീപരമേശ്വരന്റെ ബീജത്താൽ കൊണ്ടാ വായിക്കെടുത്തു. രണ്ടല്ലോ ചണ്ണച്ചാവാലകിനുള്ളിലെത്തി. ചണ്ണച്ചാവാലകിഞ്ഞിപ്പിട ഭൂമി സ്ഥാനത്തോണ്ട് ഒഴിച്ചുകൂടി. ചണ്ണച്ചാവാലകിടിങ്ങനെ വാഴിച്ചു വര കൊടുക്കുന്ന കാലം ഈ വഴിക്ക് അങ്ങനെ വന്ന് ചണ്ണച്ചാവലകിഴ് കുട്ടി പാലിയെന്ന് വന്ന അവിടെ വീട്ടിരിക്കട്ടെ അവിടെ നിർത്താൻ തോത്തിരുന്ന് വന്ന അടിവയ്ക്ക് 336 ഓമന മക്കൾ പിറന്നോട്ടെ എന്ന വണ്ണം വാഴിച്ചു കൊടുക്കുന്നു. ഒരു നേരത്ത് അവിടെ നിന്ന് ശ്രീ കൈലാസത്തോടെ അവിടെ ചെന്നു. പാർവതി മാതാവ് കൂളിവാകയുടെ ചെറിയതല്ല കൂളിവാകെ നീ പറഞ്ഞത് സത്യം പരമാർത്ഥമായിരുന്നു. ഞാൻ നിങ്ങളുടെ മായാസ്വരൂപത്തിങ്കിൽ ഭൂമിലോകം ഭൂവാരത്ത് പോയി. അവിടെ വെച്ച് നീയാണെന്ന് കരുതി എന്നെ തന്നെ തൊട്ട് നീട്ടി സംഘം മോഹങ്ങളും ചെയ്തു. 336 ഓമന മക്കൾക്കുള്ള പറഞ്ഞ സാധനക്ക് തന്നിട്ടുണ്ട് കൂളിവാകെ. പരമ സാധനങ്ങൾ കൊണ്ട് ഞാൻ ചണ്ണച്ചാവലകളിൽ ഒളിലർത്തിയിട്ടുണ്ട്. അട്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് കൊണ്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട്. ചണ്ണച്ചാവലകളിൽ നിനക്ക് കിട്ടിയെന്ന് വന്ന നീതിരത്ത് അമൃത് ഊത്തിയതോളൂ. മക്കളെ പ്രസവിച്ചോട് കൂളിവാകെ. കൊണ്ടുപോര് അവരെ നല്ലൊരു ഞാണം ഒന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിച്ചുകൊണ്ട് കേറിപ്പോളെ ഏത് വാഹനങ്ങള് ഊണൂട്ടും മുതവില്ല വേളൊക്കെ അച്ഛന്റെ കൈ കണക്കായി ഞാനും തോറ്റി കൊടുത്തോണ്ട് കൂടിവാകെ. എന്റെ നിനീട്ടുപട പറയുമ്പോ പാർവതി മാതാവിന്റെ അടിപൊളി യാത്രയൊല്ലി കൂടിവാക. ഭൂമി ലോകം ഭൂവാരത്ത് ചെന്ന് വാക നെല്ലി വരയ്ക്കപ്പെടാതെ തൃക്കടവാരത്തോടെ ചെന്ന് ചണ്ണച്ചാവാലകൾ കുത്തിമാകുമ്പോ ചോര കൊണ്ട് ചണ്ണച്ചാവാലകൾ കിട്ടി. പാർപ്പുണ ചണ്ണച്ചാവാലകൾ കിട്ടുമ്പോ എന്തോ ഒരു കാലം കാലടിക്ക് പുതുമയാണ്. എന്റെ കാലം ചെറുപ്പം കൊണ്ട് ഞാൻ ചണ്ണച്ചാവാലകൾ കുത്തി മാറിയിട്ട് എനിക്ക് ചോര കൊണ്ട് ചണ്ണച്ചാവാലകൾ കിട്ടിയിട്ടില്ല. പാർപ്പുണ ചണ്ണച്ചാവാലകൾ കിട്ടിയിട്ടില്ല. എന്നോട് കണ്ട് കൂളിവാക ചണ്ണച്ചാവാലകൾ കൊണ്ട് നമ്മുടെ ഉപ്പുപാടത്തോടെ കൊണ്ടുചെന്നു. ആ ചണ്ണച്ചാവാലകൾ വച്ചു നിന്ന് ചുട്ടു നിന്ന് പുഴുകി തിന്നു കട്ടുന്നു കാണാതെ തിന്നു കൂളിവാകിടെ. കൂളിവാക ചണ്ണച്ചാവാലകൾ നിന്നു. അവിടെ ഉപ്പുമാടത്തിൽ സുഖലാണ്ടറൊക്കെ ഉറങ്ങി. പിറ്റെന്നാ നേരം വരുമ്പോ കൂളിവാക അടിച്ചുടിലെടുത്തു അടിമുറ്റം അടിച്ചു നിൽക്കുമ്പോ ഉടുത്തതിനെ വെള്ളക്കോടയാടി 3 വെള്ളത്തിന് മുറിവ് ഇടുമ്പോ കൂളിവാകിക്ക് തീണ്ടാറിന് കൊതുന്ന് തോന്നി. ഒന്നിനൊരു കുളം ഇറങ്ങി കുളിച്ചു. 2 നീരാടി കുളിച്ചു. അകത്ത് കിടന്ന് ഉപ്പോടണം അങ്ങനെ ഒരു വാരി കൊരിയം ചെയ്തു. ആ കരുവൽ ഒറ്റാതെ ഒഴിവാകുമ്പോ കൂളിവാകിക്ക് 1 മാസത്തിൽ ഗർഭേ ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ഓരോരോ സംശയങ്ങൾ തോന്നുമ്പോ 1 മാസം കഴിഞ്ഞു. 2 മാസത്തിൽ വരുമറ്റുന്നു. 3 മാസത്തിൽ 2 മൂലക്കണ്ണ് 2 കറുകറുന്നതിന് കറുത്തു. 4 മാസത്തിൽ നാക്കിലെ പോലെ ഗർഭമടി പറഞ്ഞു. 5 മാസത്തിൽ പഞ്ചതരം വരെ കൊടുത്തു. 6 മാസത്തിൽ ഉറങ്ങുന്നു ഈറ്റിലപ്പെരുകതി ഗർഭച്ചാർജ് തുടങ്ങി. വാടിയിടുന്ന വഴുതനങ്ങ പൂക്കിടുന്ന കുമ്പളങ്ങ വട്ടമൊത്ത ചേന കുഴി നിറയെ ചേമ്പ് അരിമച്ചേരി കിഴങ്ങ് കട്ടങ്കാവിട്ട് നേന്തോണി കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് പയറിന്റെ കൊണ്ടുവന്ന് വച്ച തിന്നു ചുട്ടു തിന്നു കുടുങ്ങി തിന്നു. കൂളിവാകിടി ഈറ്റിലപ്പെരുകതി ഗർഭച്ചാക്കോട് നീരാതി കാണുമ്പോ ആറ്റിലെ മുഷി തോട്ടിലെ ബ്രാല് പട്ടുടി കൊട്ടുടി കടകി കൂളിവാക വച്ച് തിന്നു. കൂളിവാകിടെ ഈറ്റിലപ്പെരുകതി ഗർഭച്ചാക്കോട് തിന്നു. 7 മാസത്തിൽ എടുത്ത പിള്ള പതുക്കിനെ പാടിളകി കണ്ടു. 8 മാസത്തിൽ കൂളിവാകിടെ അണിമുല 2 പാലൊപ്പം പറഞ്ഞു. 9-10 മാസം വരെ വെറുതെയാകുമ്പോ ഇട്ടിടുന്ന പായ കൊമ്പിട്ട് മുടക്കി കൂടാ. ഒരു ലക്കനില്ല കുത്തി കൂടെ കേറി കൊന്നപ്പോ തന്നെ ഇറങ്ങിക്കൂടാ. ഇറങ്ങി കൊന്നപ്പോ തന്നെ കേറിക്കൂടാ. വെടികൊണ്ട പെൺമയിൽ പേട പോലെ മണി കൊഴിഞ്ഞ വായ്ക്കോൽ പോലെ തളർന്നു പോയി കൂളിവാക. ഞാൻ എവിടെ പോയി പെറ്റോണം പ്രസവിച്ചോണം.
ഏറ്റുകിടക്കുവാൻ നീക്കില്ല, പോറമാട് കൂടി നീക്കില്ല. വയറ് പിടിക്കുന്ന നാഗലത്തി മാതാവിനെ ഈ കൂടിക്കുന്ന മണിമാമലപ്പുറത്ത് ഞാനൊട്ടും കാണുവാനില്ല. ഞാൻ എവിടെ പോയി പെട്ടോണം പ്രസവിച്ചോളണം എന്നോട് നിൽക്കുമ്പോ പണ്ട് പരശുരാമകാലത്ത് വെട്ടിമുടിച്ചിന ചണ്ണച്ചാവൽ നമ്മുടെ കാണുമ്പോ ഈ പിള്ള പോറമാടെന്ന് തോന്നി. ചണ്ണച്ചാവൽ നമ്മുടെ ഉണങ്ങി കിടക്കുന്ന ഞെരുകിന്റെ വള്ളി ഇട്ട് കാണുമ്പോ പിടിവള്ളി എന്ന വണ്ണം തോന്നി. ശ്രീ കൈമിനോട് കുറ്റിന്ന് കാണുമ്പോ വയറ്റാട്ടി മാതാവെന്ന് തോന്നി. പെട്ടെന്ന് കൂലി വാങ്ങിയ ചണ്ണച്ചാവൽ കിടങ്ങി ചെന്ന് ചണ്ണച്ചാവൽ കിടക്കുമ്പോ എളിവാർന്ന് വിളിക്കുന്നുണ്ട് ബ്രഹ്മാവേ. എളിയൊഴിവാൻ ഇളയമ്മമാര് പോലും വിളിക്കില്ല. മുതുവാർന്ന് വിളിക്കുമ്പോ മുതൊഴിവാൻ മുത്തശ്ശിമാര് പോലും വിളിക്കില്ല. നടുവാർന്ന് വിളിക്കുമ്പോ നടുവൊഴിവാൻ നാത്തുമാര് പോലും വിളിക്കില്ല. എന്നോണെന്ന് രണ്ട് കൂലിവാകൻ എനിക്കിന് മലമരുന്ന് കൂട്ടിറച്ച് കൂലിവാകിടെ എക്കിനി പക്കിനി തണ്ടലക്ക് മുതുകത്ത് 5 സ്ഥാനത്ത് കൂലിയുടെ ആദ്യം കുട്ടൊടിഞ്ഞു. നേരെ വെട്ടിലെ കീഴ് ഒറ്റയ്ക്ക് വെക്കുമ്പോ പെട്ടെന്നെ കടന്നു ഒന്ന് കുടുകൂടാതെ വെത്തൊഴുകുമ്പോ അറ്റിപ്പുള്ള ഭൂമി സ്ഥാനത്ത് 335 ഓമന മക്കളെ പിന്നേക്കും പിന്നാലെ അതിക്കും പിന്നാലെ അതിക്കും പിന്നാലെ പ്രസവിച്ചു കൂലിവാക. നെല്ലിക്ക് പറ്റിയിട്ട് വീണത് പോലെ കൂടിവാക 335 ഓമന മക്കളെ പിന്നിക്കും പിന്നാലെ ശ്രമിക്കുമ്പോ മക്കളെ തല കഴിഞ്ഞ് വറ്റത്തോടെ മറിഞ്ഞു നോക്കുമ്പോ അടി വെറുതെ തേച്ച് കാണുന്നില്ല. ആട്ടുമുട്ടന്മാരെ പോലെ അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നു. നാഗം പോലെ തീർന്നു ചേങ്കില പോലെ അടിക്കുന്ന തന്നെയാണ് വയറ്റിലെന്തോ ഏതൊന്നും എനിക്കറിയില്ല. ശേഖരട്ടോ എനിക്കറിയില്ല. എന്നോട് നിൽക്കുമ്പോ രണ്ടാമതും തകിടന്ന് തോന്നുന്നു കുടുകുടാകുമ്പോ അട്ടിപ്പുള്ള ഭൂമി സ്ഥാനത്ത് 336 ഓമന മകനെ ഉടലോടെ കൊണ്ട് പ്രസവിച്ചു കൂലിവാക. ഓരോരോ മറിവായ നോക്കുമ്പോ തീപ്പന്തം പോലെ തോന്നി. അടിമുഖത്ത് 4 ലോകങ്ങൾ കാണുന്നത് പോലെ തോന്നി. ഇടങ്കയിലും വലങ്കയിലും മുച്ച ആൺകുട്ടിയുടെ കായി കണ്ടു. വലങ്കയില് പോത്ത ആൺകുട്ടിയുടെ കായി കണ്ടു. മഞ്ഞത്തിനുടെ പൂണുടെ കായി കണ്ടു. ചെമ്പൻ കണ്ണ ചെറുപൂത്തിന്റെ പുറത്ത് ഇരിക്കുന്നു. എന്നവണ്ണം ഓരോരോ മറിവായ്കൾ തോന്നുമ്പോ ഏറിയ മക്കള് പിറന്നു. ഇത് ഒരു മകനെ ഞാനൊട്ടും കാണുവാനില്ല. മക്കളെ കൊണ്ടുകൂടി ഒരു ദേവാരെങ്കിലും കഴിപ്പിച്ചു. അങ്ങോട്ടതിന്റെ വാതകത്തിലുണ്ട് വച്ചടച്ചു കൂട്ടി. ഒന്നിലൊരു കുളമിറങ്ങി കുളിച്ചു. 2 നീരാടി കുളിച്ചു. 10 കുളമിറങ്ങി കുളിച്ചു. 15 ഈറ്റവാലായി 20 കഴിഞ്ഞ് 22 കൊടുക്കുമ്പോ എന്റെ മക്കളെ നല്ല ഞാൻ 3 കെട്ടിന പിറന്ന് കൂട്ടി വിളിക്കണമെന്ന് വന്ന ശ്രീകൈലാസത്ത് കൊണ്ടുപോകണം. ആയതുകൊണ്ട് ഈ കണ്ണോണ്ണി മക്കളെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ഒരു മകനായിരുന്നെങ്കിൽ ഒക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 2 മക്കളാണെങ്കിൽ 2 ഒക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 3 മക്കളാണെങ്കിൽ ഒന്നിനെ നടത്തിച്ചു കൊണ്ടുപോകാമായിരുന്നു. 4 മക്കളാണെങ്കിൽ ആരെങ്കിലും കൂട്ടിന് വിളിക്കാമായിരുന്നു. ഇത് 336 ഓമന മക്കൾ പിറന്നില്ലേ. ഞാൻ ഈ കണ്ണുണ്ണി മക്കളെ എങ്ങനെ കൊണ്ടുപോകും? എന്നാണ് 2 കൂലിവാകല് 4 നാലികത്തിലെടുത്തു. ഓടിയിടാൻ വേണ്ടി 2 വീട്ടിലെടുത്ത് കൊണ്ടുവന്നത്. വലുതായിട്ടൊരു കോരാങ്കൊട്ടിയാലെ എതിരിക്കി മക്കളെ തോടെ കൊണ്ടുചെന്ന് ആ കോരാങ്കൊട്ടിലെ വെള്ളാരെ കണ്ട് പറക്കി ഒതുക്കി ചാരി പാർത്ത് കട്ടറങ്ങണമാര് ഒതുക്കി വെച്ചു. എടിന്റെ പൂപ്പെടുന്ന കുട്ടി വലുതായിട്ട് ഉമ്മാണ് കെട്ടി കൂലിവാക 336 ഓമന മക്കളുടെ എത്തിക്കൊണ്ട് അച്ഛന് ശ്രീകൈലാസം നോക്കി കൊണ്ടുപോരുന്ന കാലം. അച്ഛൻ വിളിക്കുന്ന നെല്ലിപ്പണങ്ങൾ എല്ലായിടത്ത് ആടുമ്പോ ഓരോരോ മക്കളായിരിക്കുന്ന ഓരോരോ കടമരമുള്ള നീന്തിക്കുടി കാണുമ്പോ പുള്ളിവാക മക്കളെ കൈകാട്ടി വിളിച്ചു, കൺകാട്ടി വിളിച്ചു, ആട കാട്ടി വിളിച്ചു, ആഭരണം കാട്ടി വിളിച്ചു. അണിമുല 2 കുലുക്കി വിളിക്കുമ്പോ കള്ളന്മാരെ അയ്യോ മാതാവേ, നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളൊട്ട് കരകയറില്ല. അച്ഛനേത് അമ്മയേത് ആദ്യം ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം. മക്കളെ അച്ഛനാണെങ്കിൽ ശ്രീകൈലാസത്ത് ശ്രീ പരമേശ്വരനാണടാ. വളർത്തമ്മയാണെങ്കിൽ പാർവതി മാതാവ്. പെട്ടെടുത്ത ശ്രീ കൂലിവാകുന്ന ചെറുവെള്ളോത്തി കാട്ടാളത്തിന്ന് നിങ്ങളാവ്. ഞാനാണ് മക്കളെ ആടാവുന്ന മക്കളെ നിങ്ങളാണെന്ന് വന്ന് അടിച്ചിരിക്കുന്നടാ. വെട്ടുന്നിര വെള്ളാട്ടിരിക്കണ മക്കൾ നിങ്ങളാണെന്ന് വന്ന് വെട്ടുന്നിര വെള്ളാട്ടി
മക്കളെ, രീതി കലശം കഴിക്കേണ്ട മക്കൾ നിങ്ങളാണെന്ന് വന്ന രീതി കലശം കഴിച്ചിരിക്കുന്ന മക്കളെ, കളം പാട്ട് കഴിക്കേണ്ട മക്കൾ നിങ്ങളാണെന്ന് വന്ന കളം പാട്ട് കഴിച്ചിരിക്കുന്ന മക്കളെ എന്ന വണ്ണം പറയുമ്പോ മക്കൾ രണ്ടാവട്ടം വരെ കൊടുക്കുമ്പോ കൊത്തിയിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുമ്പുമ്പ കയറ്റി വെക്കും വണ്ണം രണ്ടാവട്ടം കോരാവട്ടം ചെയ്തു 336 മക്കളുടെ തെറ്റിക്കൊണ്ട് അച്ഛന്റെ ശ്രീകൈലാസം നോക്കി കൊണ്ടു ചെല്ലുന്ന കാലം അച്ഛനായിരിക്കുന്ന ദിക്കുനിരക്കുകൾക്ക് കീഴൂര് മണ്ഡപത്തിലേക്ക് മറിഞ്ഞു നോക്കുമ്പോ വാകനെ കണ്ടു. അരികത്ത് 336 ഓമന മക്കളെ കാണുമ്പോ അച്ഛൻ ഓടിച്ചെന്നു. എന്തിനാണ് കൂലിവാകെ ഈ കണ്ണുണ്ണി മക്കളെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അയ്യോ എന്റെ അച്ഛാ ശ്രീ പരമേശ്വര, നിങ്ങളിപ്പോ അറിയിക്കല്ലേ എന്റെ അച്ഛാ ശ്രീ പരമേശ്വര, അങ്ങേ കുഞ്ഞു മക്കളാണ് 24 മക്കളെ നല്ലൊരു ഞാൻ അളവൊന്ന് കെട്ടി 4 പേരൊന്ന് കൂട്ടി വിളിക്കണം. എന്റെ കൂലിവാകെ ഈ കണ്ണുണ്ണി മക്കൾ എന്റെ കുഞ്ഞു മക്കളാണെന്ന് പാർവതി മാതാവെങ്ങാനും മറിഞ്ഞു പോയാ എനിക്ക് കുട്ടികളാ കൂട്ടി വിളിക്കണമെന്ന് പറഞ്ഞ ചെറുകുടി മകാജനത്തിന്റെ പേര് പോകും എന്റെ കൂലിവാകെ. ഇതൊന്നും പറഞ്ഞാലട്ടും മതി പോലില്ല. മക്കൾ നല്ലത് ഞാൻ ഒന്ന് കെട്ടി 4 പേര് കൂട്ടി വിളിക്കണം. എന്തിനോട്ട് കേൾക്കുമ്പോ അച്ഛന്റെ തൃച്ചിടാവരെ ചെറുത് ഭൂമിസ്ഥാനത്തിൽ ഇടിക്കുമ്പോ വലുതായിട്ടൊരു പാർവളിത്തോട്ടം വന്നു തിരിഞ്ഞു. എന്റെ കൂലിവാകെ ആ കാണുന്ന പാർവളിത്തോടെ ഓടിച്ചടി ഒരു കെട്ടി പാർവളി തന്നെ 4 കെട്ടിയെടുത്തുകൊണ്ട് വരികയാണ്. എന്തിനോട്ട് കേൾക്കുമ്പോ കൂലിവാക ആ കാണുന്ന പാർവളിത്തോടെ ഓടിച്ചെന്നു. ഒരു കെട്ടി പാർവളി തണ്ണിനാല് ചാമച്ചു മറ്റു കെട്ടിയെടുത്തുകൊണ്ട് വരുമ്പോ അച്ഛൻ ശ്രീകൈലാസം അടിച്ചു വെച്ച് ബ്രാഹ്മണി ഇവിടെ കുളത്തി വെക്കുമ്പോ അച്ഛന്റെ പരഭാഗത്ത് ഒരു കെട്ടി പാർവളി തണ്ണിനാല് കൊണ്ട് ഈടക്കി കൂലിവാക ആദ്യകുട്ടി ഓമനകുട്ടി കരിക്കുട്ടി പുന്നല്ലൂർ കുട്ടി തീക്കുട്ടി പൂക്കുട്ടി മറിമായൻകുട്ടി ഓടുകുട്ടി ചാടുകുട്ടി പന്തല്ലൂർ കുട്ടി പാലക്കുട്ടി മഷിക്കുട്ടി നമ്മൾ വിളിച്ചു. ഇളവള്ളിക്കുട്ടി നമ്മൾ വിളിച്ചു. ഇളവള്ളി ചാത്ത കാലുചാത്ത മൂക്കാചാത്ത ഉമ്മാമൻ ചാത്ത തീച്ചാത്ത പൂച്ചാത്ത മായച്ചാത്ത മറിമായൻ ചാത്ത മാരണ ചാത്ത മൂക്കാചാത്ത എന്ന് പറഞ്ഞ പേര് വിളിച്ചു. കാലുചാത്ത എന്ന് മുതൽ പേര് വിളിച്ചു. അങ്ങനെ 335 ഓമന മക്കളെ ഓരോ കഴകിയ പേര് വിളിച്ചു പരമേശ്വര. കെട്ടിത്തടുക്കുന്ന പാർട്ടിസിനെ കട്ട കള്ളന്മാര് ഞങ്ങളാണോ? ദേവാലയം എങ്ങാനും കട്ട കള്ളന്മാര് ഞങ്ങളാണോ? എന്നാ ചേട്ടന്മാരെ കട്ടകള്ളന്മാരെ പോലെ ഞാനുമായി കെട്ടിപ്പേര് വിളിച്ചില്ലേ? ആ കൊണ്ടം പേര് വിളിക്കുവാൻ ഞാനോട് സമ്മതിക്കില്ല പരമേശ്വര. അച്ഛന്റെ മല കിടക്കുന്ന മഞ്ഞപ്പിട കൂടുന്ന ഇടാ പൊട്ടിച്ചെടുത്ത് ചുറ്റിന്റെ മുകളിലിരിക്കുന്ന കറുമണി കനകമണി ഒത്തുകൊണ്ടിട്ടുള്ളപോലെ എന്റെ അറിയിൽ തോലോടുന്നതിന് ജ്ഞാനമായി കിട്ടി. എന്റെ അച്ഛനെ മായപ്പേരും കൂട്ടി വിളിച്ചിരുന്നു വന്ന ശ്രീകൈലാസം ചുട്ടുപൊട്ടിച്ചല്ലാതെ ഞാൻ പോകില്ല. എന്നോട്ട് കേൾക്കുമ്പോ അച്ഛൻ മകനെ വായുത്തിന്റെ ഓമന മകനെ നീ വിഷുവിന്റെ മായത്തി പറഞ്ഞ മകൻ നീയാണ് ഞാനത് നേടാമകനെ എന്റെ നീട്ട് പടം പറഞ്ഞ അച്ഛന്റെ മഞ്ഞപ്പിട കൂടുന്ന ഒരു ഇടാ പൊട്ടിച്ചെടുത്തു. തങ്കമണി കനകമണി മുത്തുകൊണ്ടിരിക്കുന്നോട് ഞാനമായി കെട്ടി അണിമുഖത്തോടെ ഒപ്പം നോക്കി പിടിച്ചു. ഇരട്ടത്തിൽ കൊണ്ട് ചന്ദനം കൊണ്ട് കൂട്ടുകുത്തി ഇടലേറിൽ കരണമെന്ന് ഉപദേശിച്ചു വളരുത്തി. വിഷുവിന്റെ മായത്തിൽ പിറന്ന മകനെ ഓമന പൊന്നുണ്ണി വിഷുമായി മായ ചാത്തമായ പേര് വിളിച്ചു പരമേശ്വര.